ഫുള്ള് മഞ്ഞ് മക്കള്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ 19ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ ദാൽ ലേക്കിന് അടുത്തുള്ള ഹൗസ് ബോട്ടിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൗസ് ബോട്ടിൻ്റെ അകംവശം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി പെയ്ത മഞ്ഞാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇവിടെയാണ് ചെറുതായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ രീതി നമ്മളെ മഴയൊക്കെ നമ്മുടെ നാട്ടിലില്ലേ, ചാറ്റൽ മഴ പെയ്തു എന്ന പോലെ ചാറ്റൽ മഞ്ഞ് പെയ്തു ആ രീതിയിൽ ചെറുതായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഹൗസ് ബോട്ട്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കാണിച്ചു തരാം. അകത്തോട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഇത് തന്നെ കേട്ടോ. ഇവിടെ ഈ ഏരിയ മൊത്തത്തിൽ ഇതേപോലത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. അത് കാണുന്നതൊക്കെ കാണാം. പിന്നെ ഇവർ കണ്ടിട്ട് ഇത് ആക്രിയില്ലേ, നമ്മുടെ വേസ്റ്റും മറ്റൊക്കെ എടുക്കാൻ വേണ്ടി വന്ന ആളുകൾ കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും തോണി എടുത്തിട്ട് അപ്പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടുക. ഇതിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് എത്തട്ടോ. ഇവിടെയൊക്കെ ഞാൻ എണീറ്റ സമയത്ത് മൊത്തത്തിൽ മഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഇവർ ക്ലീൻ ചെയ്തു. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ സൂര്യന് വന്നപ്പോൾ ഈ മഞ്ഞ് ഉരുകി തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ് ഇതിനേക്കാൾ ഉണ്ടായിരുന്നു മുൻഭാഗത്തൊക്കെ. അതൊക്കെ ഇപ്പോൾ ഉരുകി തുടങ്ങിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടു കേട്ടോ. ഇതിലൂടെ അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് പാലിലും ശ്രദ്ധിച്ച് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ കണ്ട നിങ്ങൾ മൊത്തത്തിൽ മഞ്ഞ് വീണെടുക്കുകയാണ്. ലൈക്കിലൊക്കെ മഞ്ഞ് വീണെടുക്കുകയാണ്. ഇന്നലെ ഡ്രസ്സ് ഉണ്ടോ നിങ്ങൾ? ഇന്നലെ ഇട്ട ഡ്രസ്സ് അതൊക്കെ. അതിൻ്റെ മേൽഭാഗത്തൊക്കെ മഞ്ഞ്. ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ പിൻഭാഗം കേട്ടോ. കിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു ചായ എന്തെങ്കിലും കിട്ടും നോക്കാം. നല്ല തണുപ്പുണ്ട്. ഒരു ചായ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാവും. കാരണം നമ്മളിനി ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലേക്ക് കടന്ന് അപ്പുറം പോകണം. അപ്പോൾ അതല്ലാതെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കിട്ടും നോക്കാം. ഇത് നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ നോക്കിയിരുന്നല്ലോ, മൂപ്പരെ വീടാട്ടോ. മൂപ്പര് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണ ഞാൻ കണ്ടു. ഓ, ഇവിടെയൊക്കെ മുറ്റം മൊത്തം മഞ്ഞാട്ടോ. ഓ മോനെ, ഈ ഭാഗത്തേക്കും ഹൗസ് ബോട്ടുകളാട്ടോ. കണ്ടോ നിങ്ങൾ? ഗൈസ്, നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ചായ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈക്ക് ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇത് കടന്ന് അപ്പുറം പോകുന്നേ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ലൈക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ 10 മണിക്കാണ് നമുക്ക് ചൂടുവെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ചൂടുവെള്ളം കിട്ടിയതിന് ശേഷം കുളിയും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവർ ഉണ്ടാക്കി തരും കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ്. ഇന്നലെ ചോറിന് മാത്രം പറഞ്ഞത് 200 രൂപയാണ്. സാധാ ചോറും പരിപ്പ് കറിയും, ഒരു കൂട്ടാനും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഗൈസ്, ചെറുതായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിട്ടോ. അർജുൻ്റെ മേതൊക്കെ മഞ്ഞിങ്ങനെ പെയ്യ നോക്കി. ഇവിടൊക്കെ ഞാനൊന്ന് കുളിച്ചു വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. മഞ്ഞ് കൊള്ളണീന് കുളിച്ചപ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. മഞ്ഞ് നന്നായി വേണ്ടല്ലോ അത് അല്ലേ ശിബിര? മൊത്തത്തിൽ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. മഞ്ഞ് വീഴ്ച. ഇവിടെ കേട്ടോ നമ്മളെ സൈറ്റ് സീയിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയുള്ള വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വണ്ടിയല്ല, തോണി. ഗൂഗിൾ അമ്മാവും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ച ആകുമ്പോഴേക്കും ഫുള്ള് മഞ്ഞ് വീഴ്ച ആയിരിക്കുന്ന. ഇപ്പോൾ ലൈറ്റ് സ്നോഫോൾ എന്നാണ് കാണിക്കുന്നത്. ഉച്ചക്ക് 100%, 60% ഇപ്പോൾ മഞ്ഞ് വീഴ്ച കാണിക്കുന്നത്. അപ്പോൾ ഉച്ച ആകുമ്പോഴേക്കും നല്ല മഞ്ഞാവും. അപ്പം എൻ്റെ മേത്ത് കണ്ട നിങ്ങൾ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ട് കേട്ടോ. ആ പോണ് വരുന്നു. ബായ്. ഞങ്ങൾ മൂപ്പരോടൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ചായ റെഡി ആവുന്നില്ല. ചായയും കൂടിയും കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. സൂപ്പർ വൈബ് ഗായ്സ്. ഒന്ന് കുളിച്ചു നോക്ക്. കുളിച്ചാൽ ഇതിനേക്കാളും വൈബ് കിട്ടും. നല്ല ചൂടുവെള്ളം.
കുളിയാണ് കഴിഞ്ഞപ്പോഴാട്ടോ സുഖമായത്. ഞാൻ നേരത്തെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും, ഇൻട്രോ പറഞ്ഞ സമയത്ത് ആകെ തണുത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. ഇപ്പോൾ കുളിച്ചപ്പോൾ ശരീരമൊക്കെ ഒന്ന് ചൂടായി, ഒരു സുഖമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കട്ടോ. ഇതിലാണ് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകട്ടോ. ബോട്ടാണ്. ഈ ദാൽ ലേക്ക് മുഴുവനായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിനി കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങണം. ഒരു ഷൂ വാങ്ങണം, പിന്നെ അതേപോലെ തന്നെ ഗ്ലൗ വാങ്ങണം. ഗ്ലൗ ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങലും നടക്കൂല. ഇതിപ്പോൾ കുറച്ച് നേരത്തിന് ഞാൻ ഇങ്ങനെ നിൽക്കില്ല, ഇനി ഉള്ളോട്ട് കയറും. അല്ലാതെ കൂടുതൽ നേരം ഗ്ലൗ ഇല്ലാതെ നിന്നാൽ ഉറപ്പാ കൈ മരവിക്കും. കിടിലൻ വ്യൂ അല്ലേ ഗൈസ്. ഞങ്ങളങ്ങനെ ഷിക്കാര റൈഡിന് പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ആ പോകുന്നത് പച്ചക്കറി വണ്ടി കേട്ടോ. ഇവിടെ പച്ചക്കറിയൊക്കെ ഇതേപോലെ തോണിയിൽ ഈ ബോട്ടിലാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ആദിലിൻ്റെ കുട്ടി കേട്ടോ. മൂപ്പര വീടാണിത്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മൾ ഹൗസ് ബോട്ട്. അപ്പോൾ ഷിക്കാര റൈഡിന് വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ ഇവിടെ എത്തിയ ഉടനെ, അതിൻ്റെ ആൾ ഇവിടെ എത്തിയ ഉടനെ നമ്മൾ ഇവിടെ നിന്ന് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ മീന മാർക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി നോക്കണം. എന്തായാലും ഇനി പുറത്തിറങ്ങിയിട്ട് നോക്കാം. വീഡിയോ ഈ കാശ്മീരിൽ കുട്ടികളെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ചെറിയ നല്ല വെളുത്തിട്ട് ചുവന്ന് പിടിച്ച കുട്ടികളാണ്. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. തണുപ്പ് കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഷൂ മാത്രമാണ് ശരിയാവാത്തത്, ബാക്കിയുള്ളതൊക്കെ റെഡിയാണ്. ബൂട്ട് ഇനിയിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വാങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ ബൈക്കിലല്ലാത്തതുകൊണ്ട് ഈ ഗ്ലൗ മതിയാവുന്നതാണ് കരുതുന്നത്. ബൈക്കിലാവുമ്പോൾ കുറച്ചും കൂടി നല്ല ഗ്ലൗ വാങ്ങണം. എന്തായാലും നോക്കട്ടെ, മാർക്കറ്റിൽ പോയിട്ട് നല്ല പ്രൈസിന് കിട്ടുകയാണെങ്കിൽ വാങ്ങും. പിന്നെ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഫുള്ള് മഞ്ഞുമലകളാട്ടോ അവിടെ കാണുന്നത് മൊത്തത്തിൽ. നമ്മളങ്ങനെ ഷിക്കാര റൈഡിന് പോവാണ്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. വണ്ടി അവിടെ സെറ്റാട്ടോ. അവരൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. മഞ്ഞുണ്ടോ നിങ്ങൾ? മഞ്ഞ് പെയ്തുകൊണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഓക്കെ, സെറ്റല്ലേ? ഫുള്ള് മഞ്ഞാട്ടോ പുറത്ത്. ആ പെയ്യ് നോക്ക്. ഓ എൻ്റെ മോനെ, മഞ്ഞ് പെയ്തുകൊണ്ട് കേട്ടോ ഇവിടൊക്കെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഷിക്കാര റൈഡിൽ പോയോണ്ട് കേട്ടോ. ഫുള്ള് മഞ്ഞാണ് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് പെയ്തോണ്ട് നിൽക്കാണ്. കിടിലനാണ് മക്കളെ, കിടിലനാണ്. മഞ്ഞാണ് ആ ചാടുന്നത് മൊത്തം കയ്യില്. നമുക്ക് ആ കൈ അടിയാ കുറച്ച് ചാടിക്കോട്ടെ. ഓ എൻ്റെ മോനെ, എന്താ വ്യൂ എന്നറിയോ? കേരളത്തിലെ എന്താണ് അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. എൻ്റെ മോനെ, കിടിലം വ്യൂ കേട്ടോ. നൈസ് സ്നോ. മഞ്ഞാണ് പെയ്യുന്നത്. മഞ്ഞ് 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 ഫുള്ള് മഞ്ഞ്. സ്നോ. ക്യാമറയിലൊക്കെ സ്നോ കേട്ടോ. മൂപ്പര മേത്തൊക്കെ നോക്ക്. അഫ്നാൻ. ഈസ് അഫ്നാൻ. ഇത് പൊട്ടിച്ചു. മോനെ, മഞ്ഞാണ് വീടിന്റെ മുഖത്ത് പോകുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. അപ്പം മൂപ്പര് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഷിക്കാര റൈഡിന് പോകുന്നത്. ഇവിടെ ഒരുപാട് തോണികളുണ്ട് നിങ്ങൾ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ റൈഡിന് വരുന്നത് 500 രൂപ കേട്ടോ.
1.5 മണിക്കൂറായിട്ട്. എത്ര ഷിപ്പിൽ പറഞ്ഞേ? 500 അല്ലേ? 500. 1.5 മണിക്കൂറായിട്ട് 500 ഇനി നിങ്ങൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ് 300 രൂപക്ക് കിട്ടും. അത് നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ ബോട്ടിൽ നിന്നാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അവരുടെ ഇതിൽ തന്നെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മളോട് ആദ്യം പറഞ്ഞ റേറ്റ് 1800 രൂപയ്ക്കാണ്. പിന്നെ 500 ബാർഗെയിൻ ചെയ്ത് 500ക്ക് എത്തിച്ചു. അതിലേറെ കുറക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷിക്കാര റൈഡിന് പോകുന്ന തോണികൾ കേട്ടോ. തോണിയോ ബോട്ടോ എന്താ സംഭവം എന്നറിയില്ല. കയറ് അഫ്ന കയറ്. അല്ല എനിക്ക് വീഡിയോ എടുക്കണം. കയറ്. യു ജസ്റ്റ് കം. ഹലോ. അപ്പോൾ ഇതാണ്. അയ്യോ ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഫുൾ സെറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കട്ടോ, വീഡിയോ എടുക്കാൻ. ഇതാണ് നല്ലത്. പക്ഷെ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്. പാൻ്റൊക്കെ ആകെ നനയും. പോവാ ഗൈസ്. ഇവിടെ കണ്ട നിങ്ങൾ ഇതിമേലൊക്കെ മഞ്ഞ് വീണുകൊണ്ട് കേട്ടോ. കിടിലൻ വ്യൂ. അപ്പോൾ നമ്മളങ്ങനെ ഷിക്കാര റൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പുറത്ത് നിൽക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ് വീഴാതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് നിന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ തണുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് കേട്ടോ. നമ്മുടെ ബോട്ടിൻ്റെ ഉൾവശമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ചായ ഉണ്ട്. നിങ്ങൾ ഇതേപോലെ ഓരോരുത്തർ വന്നിട്ട് ചായ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ഒരാൾ വന്നിട്ട് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വന്നു. അയ്യോ ചെന്നൈ नहीं, हम केरला से. केरला कहाँ से? केरला मलप्पुरम. मलप्पुरम. वर्कला से कितना दूर है? इधर से वर्कला से 280 किलोमीटर. क्यों मास्क? कोलम ट्रिवेंड्रम. वर्कला में ഇവിടെ ചായ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. മൊത്തത്തിൽ ഒരു ചായക്ക് 10-30 റുപ്യൊക്കെ പറയണേ. ഒരു ചായ അടിയാ. ഓ തണുപ്പത്ത് ചായ എന്ന് പറഞ്ഞാലേ ഭയങ്കര ചായ. സ്നോഫോൾ വാട്ടർ. ഓ cool. പിന്നെ എല്ലാവരും വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. അഫ്നാൻ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ പുറത്താണ് നിൽക്കുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ നേരെ പുറത്ത് ഫുള്ള് മഞ്ഞാട്ടോ. ഫുള്ള് മഞ്ഞാണ്. ഇനിയിപ്പോൾ അകത്ത് കയറുമ്പോഴേ തണുത്ത് വിറക്കൂട്ടോ. താടിയിലൊക്കെ മഞ്ഞ്. ഓ മഞ്ഞ് പെയ്തുകൊണ്ട് കേട്ടോ. ടച്ച് ഇട്ടുണ്ടോ? ഓ കിടിലൻ വ്യൂ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരൊരു സ്ഥലത്ത് നിർത്തി തന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് ഇവിടുന്ന് അങ്ങ് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ പുറത്ത് പോട്ടെ എന്ന് ചോദിച്ചു. സോ അവരെ സമ്മതിച്ചു. ഓ അങ്ങനെ ഞാനിപ്പോൾ പുറത്ത് വാങ്കോ തമിഴ് മലയാളം തമിഴ് സെയിം അല്ല, ഏകദേശം ഒരേപോലെ, നോട്ട് എക്സാക്ട്ലി. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു ചായയും അതേപോലെ തന്നെ ഒരു നൂഡിൽസും കഴിച്ചിട്ട് പോകാൻ കരുതി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹൗസ് ബോട്ടാണ് നിങ്ങളീ കാണുന്നത്. എല്ലാവരും ഇറങ്ങാൻ പാടില്ല പറഞ്ഞടാ. ഫുള്ള് സ്നോ ആട്ടോ. ഇതിൻ്റെ മേലാണ്ടോ നിങ്ങൾ, ഫുള്ള് സ്നോ ആണ്, പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചായ. എവിടെയൊക്കെ ഉണ്ട് നിങ്ങൾ, എവിടെയൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മോനെ കിടിലൻ വ്യൂ ആണ്, കിടിലൻ വ്യൂ.
എൻ്റെ മക്കളെ, ഇത് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണം കേട്ടോ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ വേറെ എന്ത് എക്സ്പ്ലോർ ചെയ്യണം. ഞാസേ ഇവിടെ ഇത് കുറച്ചു നേരം മഞ്ഞത്ത് നിന്നാണ് പണി പാടും കേട്ടോ. എൻ്റെ മേത്തെ കണ്ട നിങ്ങൾ ഫുള്ള് മഞ്ഞ. ആകെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷൂ മാത്രം കേട്ടോ, ബാക്കിയൊന്നും പ്രശ്നമില്ല. ഷൂ വാട്ടർ പ്രൂഫ് അല്ല, ബാക്കിയുള്ളതൊക്കെ സെറ്റാണ്, ബാക്കിയൊന്നും പ്രശ്നമില്ല. നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ മൊത്തത്തിൽ മഞ്ഞായിട്ടുണ്ട് കേട്ടോ, മേൽഭാഗം മൊത്തം. ആ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവർ. Just introduce yourself. Sangai mundave pangve jamaye changa mamaye wo kiske dani ta punga tamaya changa veda. A Kashmiri song? No? Then oh nuri try khai kaman suri oh nuri Gaya kaman sayan say turi. Okay, good. ഇവിടെ കണ്ടു കേട്ടോ, ഇതേപോലത്തെ ബോട്ട് ഫുള്ള് ഫ്രീ ആയിക്കാണ്. മൊത്തത്തിൽ മഞ്ഞാണ് മക്കളെ. ജീവിതത്തിൽ ആദ്യമായിട്ടോട്ടെ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നത് കാണുന്നത്. മുഖത്തൊക്കെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫീൽ തന്നെയാണ്. ഗോപ്രോക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഗോപ്രോ വീണ്ടും വീണ്ടും ഇങ്ങനെ റെക്കോർഡിങ് കൊടുക്കുക കേട്ടോ. സ്റ്റക്ക് ആകുമ്പോൾ മോനെ എന്താ പറയുക, ഒന്നും പറയാൻ കഴിയില്ല, എന്താ പറയണ്ടതെന്ന് അറിയില്ല. അതാണ് ഇവിടുത്തെ ഫീലിങ്. ഇവിടെ നമ്മളതേപോലെ തന്നെ വേറെ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. ഇതൊരു മെയിൻ സ്പോട്ടാട്ടോ. ഇതേപോലെയുള്ള പല സ്ഥലങ്ങളിലും ഒരു നിർത്തി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡിനൊക്കെ ഡിസ്കൗണ്ടൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ചായക്ക് 20 രൂപ നൂഡിൽസ് 60. അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ കഴിച്ച അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നോർമലാണ്. എന്നാലും നോക്കാം ഗൈസ്. അപ്പോൾ ചായക്കും നൂഡിൽസിനും വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ടേബിളിൽ ഇരുന്നിട്ട് എന്താ സുഖം എന്നറിയാം. ഇവിടെ ഫുള്ള് മഞ്ഞ്. നിങ്ങൾ ഇതേപോലത്തെ ഒരു ടേബിൾ കണ്ടുണോ? ഫുള്ള് മഞ്ഞ്. മഞ്ഞ് കഴിച്ചാലേ ഫുള്ള് തണുപ്പാട്ടോ. ഇവിടെ അവരും പുറത്തിറങ്ങിയില്ല കേട്ടോ. അവരെല്ലാവരും കൂടി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞേ. ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവരും, ഫുഡും കാര്യങ്ങളൊക്കെ ബോട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. ഇവിടെയാണ് ടീ കിട്ടുക. അപ്പോൾ അതാ ഷിബിലും ഇറങ്ങിയാണ് പുറത്ത്. അപ്പോൾ എന്നെ എങ്ങനെയാലോ ഇത് പുറത്തിറങ്ങാം? മെയിനല്ല വായ. എന്താ ഇത്? ഇതൊക്കെ ഒരു ഫീൽ തന്നെയല്ലോ ഷിബില. ഇതൊക്കെ ഒരു ഫീലാണ്. ഇത് എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ, ശ്രീനഗർ. പിന്നെ അതേപോലെ തന്നെ ഈ ദാൽ ലേക്കൊക്കെ ഉണ്ടല്ലോ, ഒരാഴ്ച മുമ്പ് ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്ന പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ നാളെ മുതൽ തണുപ്പ് കൂടി വരിക. ഇന്നത്തെ മാക്സിമം തണുപ്പുള്ള ഇത് കാരണം -3 നാളെ -4, മറ്റന്നാൾ -5, -6, -7, -8, -11 വരെ വരും. പിന്നെ അതുപോലെ തന്നെ ഗുൽമർഗിലൊക്കെ ഇപ്പോൾ തന്നെ ഗുൽമർഗിൽ എത്ര ഇപ്പോൾ? -9 വരെ എത്തുന്ന പറഞ്ഞത് ഇന്ന് തന്നെ. അപ്പോൾ ഗുൽമർഗ് നമ്മൾ പോലുണ്ടാവില്ല മിക്കവാറും. കാരണം ഗുൽമർഗ് പോയാൽ ചിലപ്പോൾ മണാലി മിസ്സാകും. അപ്പോൾ ഒന്നെങ്കിൽ ഗുൽമർഗ് അല്ലെങ്കിൽ മണാലി. അപ്പോൾ പറ്റുന്നൊരു ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടോ. എക്സ്പീരിയൻസ് തന്നെയാണ് ഗുൽമർഗ്. പക്ഷേ ബൈക്കുമ്പോൾ പോവാൻ നടക്കൂല. ഇപ്പൊ തന്നെ ഈ കൈ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗ ഒന്ന് ഊരി. ഗ്ലൗ കൈയാകെ മരവിച്ചു. കാശ്മീർ എന്ന് പറഞ്ഞാല് ഗുൽമർഗാണ് നമ്മള് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നടക്കൂല. ക്യാമറമാനൊക്കെ വെള്ളമായിട്ടോ. ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ഥിരം സ്പോട്ടാണ് ഫുഡിൻ്റെ. എടാ അതിനുള്ളിലോട്ടൊക്കെ തണുപ്പ് കയറി. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വന്ന ആളുകളാട്ടോ. ഇതുപോലെ
ആ മുഖം നോക്കട്ടെ അതോടെ തണുപ്പ് കൂടിയാണ്ട് മണ്ടോട് തൊപ്പി അയച്ചപ്പോ അതോടെ ഞാൻ ബാക്കിലുണ്ട്. ഓ ഫുള്ള് മഞ്ഞ് മക്കള്, ഫുള്ള് മഞ്ഞ്. ഓ സ്വർഗത്തിലൂടെ പോകുന്നൊരു പ്രതീതി അറിഞ്ഞില്ലേ. ഓ ഗോപ്രൊക്കെ മഞ്ഞ് വീണിട്ട് ക്ലിയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ അഫ്നാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ദാൽ ലേക്കിലെ ഒരു മാർക്കറ്റിലോട്ടാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ചില മാർക്കറ്റുകളുണ്ട്, നമുക്ക് റോഡിലൂടെ വരാൻ പറ്റാതെ ഇതുപോലെ വള്ളത്തിൽ മാത്രം പോകാൻ പറ്റിയ മാർക്കറ്റുകൾ. അത്തരം ഒരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റാട്ടോ. ഇതുപോലെ ഷിക്കാര റൈഡ് വരുന്ന ആളുകൾ മാത്രമാണ് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടോ തോണിയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. എന്താ കാഴ്ച അല്ലേ. നിങ്ങൾ എങ്ങനെയായാലും ഒരിക്കലെങ്കിലും കാശ്മീർ വരണം കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഡൽഹി വരെ ട്രെയിനിൽ വന്നിട്ട് മണാലി മാത്രം കണ്ടുപോകുന്ന ആളുകൾ. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കാശ്മീർ വരണം. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാശ്മീർ. ഗായ്സ് ഇതാണ് മീന ബസാർ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പക്ഷേ ഈ ബസാർ മുഴുവനായിട്ട് വെള്ളത്തിലാണ്. ഇതേപോലെ ബോട്ടിൽ പോയിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. ഓൻ്റെ മോനെ അവിടെയൊക്കെ നോക്കി നിങ്ങൾ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. കാശ്മീരി പശ്മിന സ്റ്റോറിലെ. ഓ കിടിലൻ വ്യൂ. മോനെ ആ മരങ്ങളൊക്കെ നോക്കി. ഒരാളിങ്ങനെ അവിടുന്ന് തോണി തുഴഞ്ഞു വരുന്നാണ്ട് ഞങ്ങൾ അവിടെ കുട ചൂടിയാണ്ടാട്ടോ വരുന്നത്. കുടമ്മ ഫുള്ള് മഞ്ഞ. അത് നോക്കി നിങ്ങൾ, കുട ഫുള്ള് മഞ്ഞ്. ഗായ്സ് ഗോപ്രോ ഇടയ്ക്ക് വർക്ക് ആവാതെക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയത് ഗ്ലൗ വാങ്ങാനാട്ടോ. എൻ്റെ ഗ്ലൗ വർക്കിംഗ് അല്ല. അപ്പോൾ ഗ്ലൗ വാങ്ങാൻ വേണ്ടി ഇവിടെ മൂപ്പര് നിർത്തി തന്നാണ്. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഫുള്ള് മഞ്ഞാണ്. ആ ഗ്ലൗ എൻ്റെ മോനെ. ഗുൽമർഗിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ തന്നെ സ്നോഫാളാണ്. ഇത് ഫുൾ ടൈം ഇവിടെ സ്നോഫാൾ കിട്ടൂല. നമുക്ക് എന്തോ ഭാഗ്യത്തിന് സ്നോഫാൾ കിട്ടിയെന്ന് പറയും കേട്ടോ. നാളെ ഒന്നും സ്നോഫാൾ ഇല്ല. നാളെ ഇതിനേക്കാളും തണുപ്പാണ്. പക്ഷെ സ്നോഫാൾ ഇല്ല എന്നാണ് ഗൂഗിൾ അമ്മാവും പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഷിക്കാർ റൈഡ് ഇപ്പോൾ തീരാനായി. അപ്പോൾ ഇനി നേരെ കരയിലോട്ട് പോയോണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയേക്കണം. വണ്ടിയുമ്പോൾ എത്രത്തോളം മഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. സ്നോ ഇങ്ങനെ അടിച്ചുകൊണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രി നമ്മളെ കൈ ഇറങ്ങലിച്ച് ആ രൂപത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ അത് മൊത്തത്തിൽ ആ മല മുഴുവനായിട്ട് മഞ്ഞായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൈഡ് തീരാൻ പോവാണ്. മഞ്ഞുമലൊക്കെ കണ്ടു മോനെ, മഞ്ഞുമലൊക്കെ കണ്ടു. ഇനി എന്ത് മഞ്ഞ്. ക്യാമറയിലൊക്കെ ആകെ വെള്ളമുള്ളൂ. എത്താനായി നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടോ. അപ്പോൾ റോഡിലെത്തി. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ ആ ബൈക്ക് കണ്ടില്ല, അതിനോട് അങ്ങനെ പോയിട്ട് കുറച്ച് അപ്പുറത്താണ്. പക്ഷേ ബൈക്കൊന്നും ഇപ്പോൾ ഓടിക്കാൻ പറ്റിയ രൂപത്തിലല്ല കേട്ടോ. റോഡിൽ ഫുള്ള് സ്നോ ആണ്. നിങ്ങൾക്ക് ആ വണ്ടിയുടെ മേലെ തന്നെ കണ്ടാൽ നോക്കിയാൽ അറിയാം, ഫുള്ള് സ്നോ ആണ്. ഉണ്ടോ, ക്യാമറമാനൊക്കെ സ്നോ ആണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങനെ നടക്കാം കേട്ടോ. മഞ്ഞിലൂടെ നടന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കണം. റൂമിൽ നിന്ന് എന്തെങ്കിലും ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി കണ്ട നിങ്ങൾ, സ്നോ 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 സ്നോ. ഗ്ലാസ്സിലൊക്കെ സ്നോ ആട്ടോ ക്യാമറ. ഗൈസ്, ഇവിടുത്തെ ആംബുലൻസ് ആട്ടോ കാണുന്നത്. ദാൽ ലേക്ക് ആംബുലൻസ്, സേവ് ദാൽ ലേക്ക്. കിട്ടില്ലേ? നടന്ന് നമ്മൾ സൂപ്പാടാണ് കിട്ടും. ഇവിടെ നമ്മളല്ലാതെ ആരും ഇതേപോലെയുള്ള ഡ്രസ്സ് ഇട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണോ കാശ്മീർ വരുന്നത് നടക്കുന്നത് കണ്ടിട്ടേ. വേറെ ആരും നടക്കുന്നില്ല. ഞാനൊക്കെ മുന്നേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞാലേ തണുത്തിട്ട് എന്തെങ്കിലും ആവോ. അപ്പോൾ തന്നെ കയ്യൊക്കെ ആകെ മരവിച്ച് ഓടാ കിട്ടുന്നു. മല ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ വെള്ളം വീഴാണ്. എടാ ടീ കിട്ടും ഇവിടെ, ഫുഡ് പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ടേ ജസ്റ്റ് ഫുഡ് കിട്ടും കേട്ടോ. അവിടെ കയറണോ? വണ്ടി കണ്ടോ നിങ്ങൾ? വണ്ടി മേൽഭാഗത്ത് മുഴുവൻ മഞ്ഞാണ്. ഈ വണ്ടിയുടെ ഒക്കെ മേലുണ്ട്. ഓട്ടോറിക്ഷ നോക്കി. ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങളിപ്പോൾ റൈറ്റ് ചോദിക്കാൻ പോകാട്ടോ. അത് നോക്കി, ഫുള്ള് വെള്ളമായിരുന്നു അടിയിലൊക്കെ. നേരത്തെ ഞങ്ങളൊരു ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ചോദിച്ചു നോക്കി. അപ്പോൾ അവിടെ ഒരു ബിരിയാണിക്ക് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇനി ഇവിടെ കൂടി ചോദിച്ചോ. ഇവിടെ ഇരിക്കുന്ന ടേബിള് കണ്ട നിങ്ങൾ, ആളുകൾ ഇരിക്കുന്ന ടേബിള് മൊത്തത്തിന് മഞ്ഞ. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിട്ടോ. ഇത് ബൂട്ട്സാണ്. അതുപോലെ തന്നെ രാത്രി കഴിക്കാനുള്ള ഫുഡ്, ബ്രെഡും മറ്റു കാര്യങ്ങളൊക്കെ. ബ്രെഡൊക്കെ വാങ്ങിയിട്ട് നേരെ ഇപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആകെ തണുപ്പിട്ടോ, തണുത്ത് കോറി ആളുകൾ വരുന്നുണ്ട്. ആകെ തണുത്ത് കോറി. കൈയൊക്കെ കണ്ടോ, കൈയൊക്കെ മരവിച്ചു. ഗ്ലൗ ഞാൻ ഊരിയതാണ്. ഗ്ലൗവിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി. നമ്മളിങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ ഓരോ സ്വിച്ചുമ്മലൊക്കെ നിൽക്കാൻ വേണ്ടി ഗ്ലൗ എടുത്ത് ഗ്ലൗവിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറി. പിന്നെ അതുപോലെ തന്നെ അഫ്നാൻ കൂടുതൽ സിക്കായിട്ടോ. കാരണം എന്താ വെച്ചാൽ അവൻ സാധാരണ സ്വെറ്റർ ഇട്ടാണ് വന്നിരുന്നത്. നമ്മുടെ അടുത്ത് വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. അവൻ ബാക്കിൽ വരുന്നുണ്ട് ഇല്ലേ? ബാക്കിലൂടെ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് എത്തണം. റൂമിലേക്ക് എത്തിയിട്ട് ഹോട്ട് വാട്ടറിൽ ഒന്ന് ജസ്റ്റ് കൈ മുക്കിയാൽ ഏകദേശം ഇതൊക്കെ റെഡിയാവും. കഴിഞ്ഞ പ്രാവശ്യം അതാണ് ഉണ്ടായത്. മൊത്തത്തിൽ തണുത്തൊക്കെയായിരുന്നു. ഹോട്ട് വാട്ടറിലൊന്ന് മുക്കിയതോടുകൂടി ഒക്കെ റെഡിയായി. സംസാരിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഇനി എന്തായാലും റൂമിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. തണുപ്പ് ഭയങ്കര തണുപ്പാട്ടോ. കൈയൊക്കെ കണ്ട നിങ്ങൾ ചോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നേരെ ബോട്ടിൽ പോയിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം.
പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ 1-2 ദിവസത്തിന് ഇനി ഇവിടെ ക്ലോസ് ഇടാൻ സാധ്യതയുണ്ട്. ഈ സ്നോഫാൾ ഇനി നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ ലീവ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോവും. സ്നോഫാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എണ്ണ കൂട്ടിയോ? മതി. ഇഞ്ചി കയറോ?